നമസ്കാരം, ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജി.ആർ. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയായ ബ്രഷിംഗ് രീതി സ്വായത്തമാക്കുക എന്നുള്ളതാണ്. വളരെ ലഘുവായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഷയമായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മൾ പലപ്പോഴും അതിനകത്തൊരു അവഗണന അല്ലെങ്കിൽ ശരിയായൊരു നിഷ്കർഷ പാലിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റോ തിരഞ്ഞെടുക്കുന്നുണ്ടാവും. ചില ആൾക്കാർ മൗത്ത് വാഷുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് എങ്ങനെയാണ് ശാസ്ത്രീയമായ രീതിയിൽ ദന്തശുചിത്വം പാലിക്കേണ്ടതെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് പല്ല് തേക്കാനായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ടൂത്ത് ബ്രഷും പിന്നെ ഒന്ന് ടൂത്ത് പേസ്റ്റുമാണ്. അപ്പോൾ ടൂത്ത് ബ്രഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും അതിന് 3 ഭാഗങ്ങളുണ്ട്. ടൂത്ത് ബ്രഷിനൊരു പിടിയുണ്ട്, ഒരു കഴുത്തുണ്ട്, ഒരു തല എന്ന് പറയുന്ന പോർഷൻ, ഒരു ഹെഡ് പോർഷനുണ്ട്. അതിൻ്റെയാണ് നാരുകൾ അല്ലെങ്കിൽ ബ്രിസിൽസ് ഉള്ളത്. അപ്പോൾ ബ്രിസിൽസിൻ്റെ നാരുകളുടെ വ്യാസം അനുസരിച്ച് നമ്മൾ അതിനെ 3ആയിട്ട് തരംതിരിക്കാറുണ്ട്. അതായത് വളരെ മൃദുവായിട്ടുള്ള നാരുകളുള്ള ടൂത്ത് ബ്രഷുണ്ട്, കുറച്ചുകൂടി ഇടത്തരം നാരുകളുള്ളതും പിന്നെ നല്ല കട്ടിയുള്ള നാരുകളുള്ളതുമുണ്ട്. ഇനി അതിൻ്റെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ അവിടെയും 2 രീതിയിലുള്ള ഡിസൈനുകളാണ് സാധാരണയായിട്ട് കാണാറ്. ഒന്നെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വളയുന്ന തരത്തിലുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള നെക്കുള്ള ടൂത്ത് ബ്രഷുണ്ട്. ചിലതെന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള വളയാത്ത തരത്തിലുള്ള സ്റ്റിഫായിട്ടുള്ള നെക്കുള്ള ടൂത്ത് ബ്രഷുകളുമുണ്ട്. ഹാൻഡിലിൽ അല്ലെങ്കിൽ പിടിയിൽ വലിയ ഡിസൈൻ വ്യത്യാസങ്ങൾ അങ്ങനെ സാധാരണ കണ്ടുവരാറില്ല. അപ്പോൾ പലരും ചോദിക്കുന്ന ഒന്നാണ്, പലരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ പല്ല് നന്നായിട്ട് വെളുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം, ഒരു 8 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ഒക്കെ ഈ കട്ടിയുള്ള ഹാർഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തിയായിട്ട് ഇടത്തുനിന്ന് വലത്തോട്ട് ഉരച്ച് കഴിഞ്ഞാൽ മാത്രമേ പല്ല് വെളുക്കൂ എന്നുള്ള ഒരു ജടിലമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ഉപയോഗത്തിന് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഇടത്തരം നാരുകൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയം ബ്രിസിൽസ് അടങ്ങിയിട്ടുള്ള ടൂത്ത് ബ്രഷാണ്. അപ്പോൾ എന്തിനാണ് പിന്നെ ഈ കട്ടിയുള്ള ബ്രഷ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണയായിട്ട് നമ്മൾ പ്രായം ചെന്ന ആൾക്കാരൊക്കെ സെറ്റ് പല്ലുകൾ അല്ലെങ്കിൽ വെപ്പ് പല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട്, കൃത്രിമ ദന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. ആ ഡെഞ്ചേഴ്സ് വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഈ ഹാർഡ് ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾക്കൊരു മോണരോഗമുള്ള ഒരാളാണ്, അതായത് പല്ലിൽ നിന്ന് സ്ഥിരമായിട്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ മോണരോഗത്തിൻ്റെ ഭാഗമായിട്ടൊരു ശസ്ത്രക്രിയ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു 3 മുതൽ 6 മാസം നമ്മൾ ചിലപ്പോൾ ഒരു വളരെ മൃദുവായിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു തരത്തിലുള്ള ദന്താരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇടത്തരം നാരുകൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയം ബ്രിസിലുകൾ അടങ്ങിയിട്ടുള്ള ടൂത്ത് ബ്രഷാണ്. ഇനി ടൂത്ത് പേസ്റ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂത്ത് പേസ്റ്റിലും പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിലിപ്പോൾ 4 അംഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും അവർ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെയുള്ള ടൂത്ത് പേസ്റ്റുകളായിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടൂത്ത് പേസ്റ്റുകൾ പല ബ്രാൻഡുകളുണ്ട്, പല കമ്പനികളുടേതുണ്ട്. അപ്പോൾ കമ്പനിയൊക്കെ മാറ്റി നിർത്തിയാൽ പ്രധാനമായിട്ടും നമുക്കതിനെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ജെൽ രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റ്, അത് പലപ്പോഴും വളരെ വർണ്ണശബളമായ നിറങ്ങളിലുള്ള ടൂത്ത് പേസ്റ്റുകളാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒരു ഖര രൂപത്തിലുള്ള ക്രീം രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റാണ് സാധാരണയായിട്ട്. അപ്പോൾ ഇതിനകത്ത് ജെൽ രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റുകളാണ് കൂടുതലായിട്ട് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ അത് ജെൽ രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കുളിക്കുന്ന സോപ്പും അതുപോലെ തുണി കഴുകുന്ന സോപ്പും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ചില ആൾക്കാർ തുണി കഴുകുന്ന സോപ്പ് വെച്ചിട്ടുമൊക്കെ ചിലപ്പോൾ കുളിക്കുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ തുണി കഴുകുന്ന സോപ്പ് തുണിയുടെ അഴുക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, അത് കുറച്ചുകൂടി കട്ടി കൂടുതലാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിന് ഡാമേജ് ലോങ് ടേമിൽ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ജെൽ രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റിൽ ഉരവ് സംഭവിപ്പിക്കുന്ന ഘടകങ്ങൾ വളരെ കൂടുതലാണ്. അതിനെ പറയുന്ന അബ്രേസീവ് കണ്ടൻറ്റ് എന്ന് പറയും. അപ്പോൾ അബ്രേസീവ് കണ്ടൻറ്റ് കൂടുന്തോറും അവിടെ ഉരഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോൾ പല്ലിന് കൂടുതൽ തേയ്മാനം വരാനും അതുവഴി പുളിപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ക്രീം രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റ് എടുക്കുകയാണ്. ഇനി നമ്മൾ സാധാരണയായിട്ട് കുട്ടികൾക്ക് വലിയ ആൾക്കാരുടെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, വലിയ ആൾക്കാർക്ക്, മുതിർന്ന ആൾക്കാർക്ക് വേണ്ട ഫ്ലൂറൈഡിൻ്റെ അളവും കുട്ടികൾക്ക് വേണ്ട ഫ്ലൂറൈഡിൻ്റെ അളവും വളരെ വിഭിന്നമായിരിക്കും. ഈ പറഞ്ഞതുപോലെ തന്നെ പല്ല് വെളുപ്പിക്കാനുള്ള ഘടകങ്ങളുമൊക്കെ മുതിർന്നവർക്കുള്ള ടൂത്ത് പേസ്റ്റിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ ആ ഒരു പല്ലിന് കൂടുതലായിട്ട് ക്ഷതം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കഴിവതും ഒരു 10 വയസ്സ് വരെയും കുട്ടികൾക്കായുള്ള ടൂത്ത് പേസ്റ്റുകൾ തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യത്തെ 6 മാസം, കുട്ടി ജനിച്ചിട്ട് ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ അണകൾ വരുന്ന പല്ലുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ഗം പാഡ്സ് എന്ന് പറയും. അപ്പോൾ അണകൾ വൃത്തിയാക്കാനായിട്ട് നമുക്ക് വൃത്തിയായിട്ടുള്ള ഒരു തുണിയോ അല്ലെങ്കിൽ പഞ്ഞി ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ആ ഒരു അണകൾ വൃത്തിയാക്കാവുന്നതാണ്. 6 മാസം തുടങ്ങി 2 വയസ്സ് വരെ അമ്മയുടെ വിരലിൽ ഘടിപ്പിക്കാവുന്ന, നമ്മൾ പറയും സിലിക്കോൺ ബ്രഷസ് എന്ന് പറയും, അമ്മയുടെ വിരലിൽ ഘടിപ്പിക്കാവുന്ന സിലിക്കോൺ ബ്രഷസ്, ഫിംഗർ ബ്രഷസ്, വിരൽ ബ്രഷുകൾ ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കാവുന്നതാണ്. 2 വയസ്സ് തുടങ്ങി നമ്മൾ കുട്ടിയെ സ്വന്തമായിട്ട്
പല്ല് തേക്കാനായിട്ട് പതുക്കെ പതുക്കെ പരിശീലിപ്പിക്കേണ്ടതാണ്. അതിൽ തന്നെ നമ്മൾ ആ ഒരു 3 വയസ്സ് വരെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പേസ്റ്റിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതിയാവും. ഒരു റൈസ് മിയർ എന്നാണ് പറയുക. അതായത് ഒരു അരിമണിയുടെ വലിപ്പത്തിൽ മാത്രമേ പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. 3 തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഒരു പീ സൈസ് എന്ന് പറയും, ഒരു പയർ മണിയുടെ വലിപ്പത്തിൽ നമുക്ക് പേസ്റ്റ് എടുക്കാവുന്നതാണ്. 6 വയസ്സിന് ശേഷവും നമുക്ക് കുറച്ച് പേസ്റ്റ് എടുത്താൽ മതിയാവും. സാധാരണയായിട്ട് നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ബ്രഷ് കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അത് തെറ്റായ രീതിയാണ്. ശരിക്കും നമുക്ക് ബ്രഷിൻ്റെ ഒരു കാൽഭാഗത്തോളം മാത്രം പേസ്റ്റ് ആവശ്യമുള്ളൂ. ഏറ്റവും ശരിയായിട്ട് എവിടെയാണ് പേസ്റ്റ് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ബ്രഷിൻ്റെ മുകളിലല്ല, അതിൻ്റെ ഉപരിതലത്തിലല്ല, ബ്രഷിൻ്റെ നാരുകളുടെ അകത്താണ് ശരിക്കും പേസ്റ്റ് ഇറക്കി വെക്കേണ്ടത്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രതല ഹർഷണം വഴി അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ വഴി കുറച്ചുകൂടി അഴുക്ക് പോകാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ അതാണ് ശരിക്കും തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമ്മൾ പല്ലിൻ്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പല്ലിൻ്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് നീക്കം ചെയ്യാനായിട്ട് പലപ്പോഴും ആൾക്കാർ കൂർത്ത ഉപകരണങ്ങൾ, ഇപ്പോൾ കൈ കിട്ടുന്ന ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ തയ്ക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലർ ഇപ്പോൾ നൂലും സൂചിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞത് അയാൾ യൂസ് ചെയ്യുന്ന വിസിറ്റിംഗ് കാർഡാണ്. വിസിറ്റിംഗ് കാർഡിനെ കീറിയിട്ട് പുള്ളി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് പല്ലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കെടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുറമേക്കുള്ള ഒരു വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഫോറിൻ ബോഡീസ് യൂസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ആ 2 പല്ലിൻ്റെ ഇടയ്ക്ക് വളരെ മൃദുവായിട്ടുള്ള ഇൻ്റർഡെൻ്റൽ പാപ്പില എന്ന് പറയുന്ന ഒരു വളരെ മൃദുവായിട്ടൊരു ദശയുണ്ട്. അപ്പോൾ ആ ദശയ്ക്ക് കൂടുതൽ ക്ഷതം ഉണ്ടാവും. നമ്മൾ ഓരോ തവണയും ഒരു ഫോറിൻ ബോഡി ഇട്ട് അഴുക്കെടുക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ ഗ്യാപ്പ് വലുതാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു ആഹാരത്തിൻ്റെ പീസാണ് അവിടെ കയറിയിരിക്കുന്നതുണ്ടെങ്കിൽ അടുത്ത തവണ കുറച്ചും കൂടെ വലിയൊരു ആഹാര പദാർത്ഥം അവിടെ കയറിയിരിക്കാൻ അത് സഹായിക്കും. അപ്പോൾ ശരിക്കും നമ്മളത് എടുത്തു കളയാനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വിരലിൽ ഘടിപ്പിക്കാവുന്ന തരത്തിലുള്ള പല്ലിയുടെ ശുചീകരണ നൂലുകളുണ്ട്. നമ്മളതിന് ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറയാറുണ്ട്. കുറച്ചുകൂടി വലിയ ഗ്യാപ്പുള്ള ആൾക്കാർ പല്ലിയുടെ ശുചീകരണ ബ്രഷുകൾ അല്ലെങ്കിൽ ഇൻ്റർഡെൻ്റൽ ബ്രഷുകൾ ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ തന്നെ ഏറ്റവും അഭികാമി ഇപ്പോഴത്തെ ഒരു നമ്മൾ കോമൺ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഡെൻ്റൽ വാട്ടർ ഫ്ലോസർ അവൈലബിൾ ആണ്. വാട്ടർ ഫ്ലോസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ഈ ഒരു ഉപകരണം ചാർജ് ചെയ്യാം. അതിന് 3 സ്പീഡുകളുണ്ട്, ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞിട്ട്. ഹൈ കൂടുതലും സജസ്റ്റ് ചെയ്യാറില്ല. ലോ അല്ലെങ്കിൽ മീഡിയം സ്പീഡിൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡെൻ്റൽ വാട്ടർ ഫ്ലോസർ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്ന അഴുക്കുകൾ നീക്കം ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം കൂടിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ കൃത്രിമമായിട്ട് തന്നെ നമ്മൾ ചില ആൾക്കാർ മൗത്ത് വാഷുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മൗത്ത് വാഷുകൾ ശരിക്കും ഒരു 2 ആഴ്ചക്കാലത്തേക്ക് ഇപ്പോൾ പല്ല് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടതാണ് വായ ശുചീകരണ ലായനികളെന്ന് പറഞ്ഞാൽ. പലപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു മൗത്ത് വാഷിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ മൗത്ത് വാഷിൻ്റെയും കണ്ടൻറ്റ് ഒന്നാകണമെന്നില്ല. ഇപ്പോൾ സാധാരണയായിട്ട് കൂടുതലായിട്ട് മൗത്ത് വാഷിൽ കണ്ടുവരുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ക്ലോറെക്സിഡിൻ എന്ന് പറഞ്ഞ ഒരു രാസപദാർത്ഥമാണ്. അത് സാധാരണ ആൻറ്റിസെപ്റ്റിക് ആയിട്ട്, അതായത് വായിലെ അണുബാധയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു നിശ്ചിത കാലത്തേക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അത് നമ്മുടെ ലോങ് ടേം ആയിട്ട് ഒരുപാട് നാളേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തന്നെ മറ്റ് പാർശ്വഫലങ്ങളുണ്ടാക്കും. പല്ലിൽ തന്നെ കൂടുതലായിട്ട് ബ്രൗൺ നിറത്തിലുള്ള കറകൾ വരാനും നാവിൽ നമ്മുടെ രസമുകുളങ്ങളുടെ ആ ഒരു സുഷിരങ്ങളൊക്കെ അടഞ്ഞിട്ട് നാവിൽ നമ്മുടെ രുചി വ്യത്യാസങ്ങൾ വരാനും ഒക്കെ കാരണമാവും. അത് രണ്ടുമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന ലിസ്റ്ററിൻ പോലെയുള്ള മൗത്ത് വാഷുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതായത് നമ്മുടെ മദ്യത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ മദ്യത്തിൻ്റെ അംശമുള്ള മൗത്ത് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് വായ വരണ്ടുണങ്ങാൻ കാരണം, അതായത് ഡ്രൈ മൗത്ത് കൂട്ടും. ആൾക്കാർ പലപ്പോഴും മൗത്ത് വാഷിനെ സമീപിക്കുന്നത് വായുനാറ്റം എന്നുള്ളൊരു പ്രശ്നത്തിനെ ഒന്ന് അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വായുനാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വായ വരണ്ടുണങ്ങുന്നത്. അപ്പോൾ വായുനാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആൽക്കഹോൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള മൗത്ത് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വായുനാറ്റം അത് കൂടാനായിരിക്കും ഈ ഒരു ആൽക്കഹോളിക് മൗത്ത് വാഷുകൾ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മൗത്ത് വാഷ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുക്കുക. അത് ഷുഗർ ഫ്രീ, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള, അതായത് അതിൽ പഞ്ചസാരയുടെയും മദ്യത്തിൻ്റെയും അംശം അടങ്ങാത്ത വായു ശുചീകരണ ലായനികൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എടുക്കുന്ന ഈ ഒരു വായ ശുചീകരണ ഉപാധികൾ ശാസ്ത്രീയമാണെന്ന് ഉറപ്പുവരുത്താം. നമസ്കാരം.